അതിന് എന്റെ ക്ലാസ്സിൽ കുറെ ആൾക്കാർക്ക് ഞങ്ങൾ CBT എഴുതാൻ പോയ അതേ സെന്ററിലാണ് മെയിൻസിനും കിട്ടിയത്. അത് അപ്പൊ അത് നല്ല അറിയണ സ്ഥലത്തേക്ക് തന്നെ പോകുമ്പോ നല്ല രസം. ഞാൻ സത്യം പറഞ്ഞ കൂടുതൽ ഫോക്കസ് ചെയ്തത് മെയിൻസ് ജയിക്ക് തന്നെ ആയിരുന്നു. അപ്പൊ പിന്നെ ബോർഡ് എക്സാം ഇതിന് പഠിക്കുമ്പോ സ്വാഭാവികമായിട്ടും ബോർഡ് എക്സാമിലുള്ള പോയിന്റ്സും കൂടെ അതിന്റെ കൂടെ വന്നു. ജയിക്ക് വേണ്ടിയുള്ള മോക്ക് എക്സാം ഒക്കെ ഓൾറെഡി കുറെ എഴുതിയോണ്ട് അത് ഏകദേശം അത്യാവശ്യം കോൺഫിഡന്റ് ആയിരുന്നു. ട്രിപ്പിൽ ഇപ്പോൾ 97 കിട്ടിയപ്പോൾ അത്യാവശ്യം കോൺഫിഡൻസ് ആവുമല്ലോ. അപ്പൊ ഇത് എന്നെ കൊണ്ട് പറ്റണ ഒരു കാര്യമാണെന്ന് മനസ്സിലായി. കോൺഫിഡൻസ് ആദ്യം കുറച്ച് കുറവായിരുന്നു, പിന്നെ ഇങ്ങനെ കുറച്ച് കൂടി വന്നതാണ് കോൺഫിഡൻസ്. ഹായ് എവരിവൺ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സൈലം സ്കൂളിന്റെ അഭിമാന താരമായിരിക്കുന്ന ലാനയാണ്. സൈലം ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ 11th 12th സൈലത്തിന്റെ കൂടെ പഠിച്ച് JE ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും ഉന്നത വിജയം കൈവരിച്ച് NIT-യിൽ സീറ്റ് ഉറപ്പാക്കി ഇപ്പോ IIT-യിലേക്ക് എത്തുന്നതിന് JE അഡ്വാൻസ്ഡിന്റെ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ലാനയാണ്. സോ ലാനയിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇത്രയും മികച്ച മാർക്ക് വാങ്ങിയത് എന്നുള്ള കാര്യങ്ങൾ, എന്തായിരുന്നു ലാനയുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ്, ഇതൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഏറ്റവും ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ലാന 10th കഴിഞ്ഞ് 11th-ലേക്കും 12th-ലേക്കും സൈലം ഇന്റഗ്രേറ്റഡ് സ്കൂൾ ഓപ്റ്റ് ചെയ്തു. ആദ്യമേ IIT NIT ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പറ്റി ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടോ? അത് എങ്ങനെയാണ് സൈലത്തിലേക്ക് എത്തിച്ചേർന്നത്? എങ്ങനെയാണ്? അല്ല, സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്റെ താത്തയാണ് സൈലത്തിനെ കുറിച്ച് പറഞ്ഞത്. ഇങ്ങനെ ഇന്റഗ്രേറ്റഡ് പഠിക്കണ നല്ലതായിരിക്കും എപ്പോഴും, പിന്നെ ഇങ്ങനെ ഈ +1 +2 കൂടെ തന്നെ പഠിക്കാമല്ലോ എന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനെയാണ് സൈലത്തിൽ. അപ്പം ശരിക്കും വീട്ടിൽ നിന്ന് തന്നെ ഒരാളെ നമ്മളെ സജസ്റ്റ് ചെയ്ത് സൈലത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അങ്ങനെ സൈലം സ്കൂൾ ഓപ്റ്റ് ചെയ്ത് 12th പഠിക്കുന്ന സമയത്ത് തന്നെ ഇത് ഫേസ് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ? കോൺഫിഡൻസ് ആദ്യമൊക്കെ കുറച്ച് കുറവായിരുന്നു, പിന്നെ ഇങ്ങനെ കുറച്ച് കൂടി വന്നതാണ് കോൺഫിഡൻസ്. അതിങ്ങനെ ഈ പ്രിപ്പറേഷന്റെ സമയത്ത് പൊതുവെ എസ്പെഷ്യലി എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാ ആൾക്കാരുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ആദ്യം ചെയ്യും, ഇടക്ക് നല്ല മാർക്ക് കിട്ടും, പിന്നെ ഇടക്ക് ഭയങ്കര ഡൗൺ ആവും, പിന്നെ കുറച്ച് മാർക്ക് കിട്ടും. അത് ഇടയ്ക്ക് ഇങ്ങനെ ഈ അപ്സ് ആൻഡ് ഡൗൺസ് ആർ വെരി കോമൺ. അതിൽ ആ ഡൗണിൽ ശരിക്കും തകർന്നു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ വെച്ച് മടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു പ്രോസസ്സ് ശരിക്കും ലാനൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. അല്ല, മാർക്ക് പറയുമ്പോഴൊക്കെ എന്റെ പാരന്റ്സ് ഒക്കെ സപ്പോർട്ടായിരുന്നു. ഞാൻ ഇങ്ങനെ വീട്ടിലൊക്കെ വിളിക്കുമ്പോ അമ്മ ഇങ്ങനെ ഒന്നും മൈൻഡ് ചെയ്യണ്ട, നമുക്ക് ഇങ്ങനെ കൂടുതലോ എന്നൊക്കെ അങ്ങനെ പറയലൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതൊരു പാരന്റ്സിന്റെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. എന്നിട്ട് പിന്നെ അത് ഇപ്പം ഇടക്കൊക്കെ മാർക്സ് കുറയുമ്പോഴും മോക്ക് എക്സാംസുകളൊക്കെ ഇഷ്ടം പോലെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യണം എന്നുള്ള കോൺഫിഡൻസ് എങ്ങനെയാണ് ലാനയിൽ ഉണ്ടായത്? അല്ലെങ്കിൽ എങ്ങനെ? കഷ്ടപ്പാടൊക്കെയാണ്. മാർക്ക് കുറയുമ്പോ നമുക്ക് ഇങ്ങനെ അതിപ്പോ ചെയ്തോണ്ടിരിക്കാൻ തോന്നൂലല്ലോ. അപ്പൊ തന്നെ വീട്ടുകാർ സപ്പോർട്ടാണ്. പിന്നെ മെന്റേഴ്സ് ഒക്കെ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ അത് ട്രൈ ചെയ്ത് എന്തായാലും കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കലുണ്ട്. അപ്പൊ അത് ഭയങ്കരമായിട്ട്. പിന്നെ എനിക്കൊന്ന് ആ ഒരു പിയർ പ്രഷർ കൂടി വരുമ്പോഴേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ഒക്കെ നമ്മൾ ഇതിന്റെ, അതായത് പാരന്റ്സ് മാത്രമല്ല, പാരന്റ്സ്, ടീച്ചേഴ്സ്, മെന്റേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും നമ്മൾ ഈ ഒരു യാത്രയിലേക്ക്, എൻട്രൻസ് എഴുതുന്ന ഏത് കുട്ടിയുടെയും ഒരു യാത്രയിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ സൈലം സ്കൂളിലേക്ക് വളരെ പ്രതീക്ഷയോടെ എത്തിയിരിക്കുന്ന ലാനയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ബോർഡ് എക്സാം കൂടി എഴുതേണ്ട ആൾക്കാരാണ് നിങ്ങൾ. ഇപ്പം ബോർഡ് എക്സാമിന്റെ കൂടെ തന്നെ JE എൻട്രൻസിന്റെ പ്രത്യേകത, അൺലൈക്ക് നീറ്റ്, ബോർഡ് എക്സാമിനേഷന്റെ പ്രിപ്പറേഷന്റെ പീക്ക് ടൈമിലാണ് JE-യുടെ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ വരുന്നത്. അപ്പൊ എങ്ങനെയാണ് ബോർഡ് എക്സാമിനെ എങ്ങനെ മാനേജ് ചെയ്തു? അത് ഞാൻ സത്യം പറഞ്ഞ കൂടുതൽ ഫോക്കസ് ചെയ്തത് മെയിൻസ് ജയിക്ക് തന്നെ ആയിരുന്നു. അപ്പൊ പിന്നെ ബോർഡ് എക്സാം ഇതിന് പഠിക്കുമ്പോ സ്വാഭാവികമായിട്ടും ബോർഡ് എക്സാമിലുള്ള പോയിന്റ്സും കൂടെ അതിന്റെ കൂടെ വന്നു. അപ്പൊ എൻട്രൻസിന്റെ പോർഷൻസിൽ, അല്ലെങ്കിൽ സിലബസ് ശരിക്കും രണ്ട് സെയിം ആണ്. അപ്പൊ എൻട്രൻസിൽ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്തപ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ബോർഡ് എക്സാമിന് നമുക്ക് നല്ല മാർക്സ് ഉണ്ടായി എന്നുള്ളത് അത് ശരിക്കും ലാന തന്നെ പറയണം. കാരണം ഈ കുട്ടികൾക്ക് പൊതുവേ ഉള്ള ഒരു രീതി രണ്ടും രണ്ടാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് നോർമലി കുട്ടികൾ വിചാരിക്കുന്നത്. അപ്പം ബോർഡ് എക്സാം വേറെയാണ്, എൻട്രൻസ് വേറെയാണ്, അങ്ങനെയല്ല. സിലബസ് രണ്ടും സെയിം ആണ്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൻട്രൻസിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാം. അതുപോലെ ബോർഡ് എക്സാമിനേഷന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ബോർഡ് എക്സാമിനേഷനിലേക്ക് വരുമ്പോൾ തന്നെ ആ JE-യുടെ ഫസ്റ്റ് ഫേസ് നമ്മൾ എഴുതാൻ പോകുമ്പോൾ ജനുവരിയിലാണ് +2 പഠിക്കുന്ന കുട്ടികൾക്ക് പബ്ലിക് പ്രാക്ടിക്കൽസ് വന്നിരുന്നത്. അപ്പൊ രണ്ട് എക്സാമിനേഷൻസ് വരുമ്പോൾ നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും. പിന്നെ പ്രാക്ടിക്കൽസിന് ഒരു അൺവാണ്ടഡ് ടെൻഷൻ പൊതുവെ കുട്ടികൾക്ക് ഉണ്ടാവും. ലാബിലൊക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വൈവ വരുന്നത്, എങ്ങനെയാണെന്നൊക്കെ. എങ്ങനെയാണ് ആ രണ്ട് ടെൻഷൻസ് എങ്ങനെ മാനേജ് ചെയ്തത്? അതായത് JE-യുടെ മെയിൻ എക്സാമിനേഷൻസും ഉണ്ട്, പ്രാക്ടിക്കൽസും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി ഒരു ആങ്സൈറ്റി ഉണ്ടായോ? അത് എങ്ങനെയാണ് ഓവർകം ചെയ്തത്? അത് JE-ക്ക് വേണ്ടിയുള്ള മോക്ക് എക്സാം ഒക്കെ ഓൾറെഡി കുറെ എഴുതിയോണ്ട്
അത് ഏകദേശം അത്യാവശ്യം കോൺഫിഡന്റ് ആയിരുന്നു. അപ്പൊ പിന്നെ ഒന്ന് Practicals. തീരുമാനമായ സ്ഥിതിക്ക് മറ്റൊരു കുറച്ച് പ്രാക്ടിക്കൽസ് അങ്ങനെ കുഴപ്പമില്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റിയിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ആ റിവിഷൻ നമ്മളെ നന്നായി ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ് അതിലൊരു ഡിസംബർ ജനുവരിയിൽ നന്നായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് റിവൈസ് ചെയ്യുന്ന ഒരാൾക്ക് പ്രാക്ടിക്കൽസിന്റെ ടെൻഷൻസ് ഇല്ലാതെ തന്നെ JEE മെയിനും നന്നായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അക്കാഡമിക് പ്ലാൻ നമ്മുടെ ഈ ഒരു യാത്രയിൽ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമുണ്ട്. അപ്പൊ ഫസ്റ്റ് ഫേസ് അങ്ങനെ പ്രാക്ടിക്കൽസ് ഒക്കെ എഴുതി ലാന എഴുതിയാണ്. ഫസ്റ്റ് ഫേസിൽ തന്നെ നല്ല മാർക്ക് വാങ്ങി NIT സീറ്റ് ഉറപ്പിച്ച ഒരാളാണ് ലാന. സെക്കൻഡ് ഫേസിലേക്ക് എത്തുമ്പോൾ നോർമലി നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫേസ് കൺസിഡർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഫേസിൽ മാർക്ക് കൂടാനുള്ള സാധ്യത കുറവാണ് എന്നുള്ള ഒരു കോമൺ പ്രിൻസിപ്പിൾ നമ്മൾ പറയാറുണ്ട്. കാരണം അത് കോമ്പറ്റീഷൻ കുറെ കൂടി ടൈറ്റ് ആവും. പക്ഷെ ലാനയുടെ കേസിൽ ഫസ്റ്റ് ഫേസിനേക്കാൾ എത്രയോ കൂടുതൽ മാർക്കാണ് സെക്കൻഡ് ഫേസിൽ ലാന അക്വയർ ചെയ്തിരിക്കുന്നത്. അപ്പം കുറെ കൂടി പ്രോമിസിങ് ആയിരിക്കുന്ന ഒരു NIT സീറ്റ് ലാന ഗ്യാരണ്ടി ചെയ്തിരിക്കുക. എങ്ങനെയാണ് ഈ സെക്കൻഡ് ഫേസിൽ ഇത്രയും മാർക്സ് ഇംപ്രൂവ് ചെയ്യാൻ സാധിച്ചത്? അത് ഈ ഫസ്റ്റത്തിൽ ഇപ്പൊ 97 കിട്ടിയപ്പോ അത്യാവശ്യം കോൺഫിഡൻസ് ആവുമല്ലോ. അപ്പൊ ഇത് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അഡ്വാൻസിന്റെ ക്ലാസ് നല്ല റിഗ്രസ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു മെയിൻസ് കഴിഞ്ഞപ്പോ തന്നെ. അതിന്റെ മുന്നേ ഉണ്ട്, പക്ഷെ എപ്പോഴാണല്ലോ കുറച്ച് മൈൻഡ് ഫ്രീ ആയിട്ട് ഒന്നും കൂടെ ഫോക്കസ് ചെയ്യാം. അപ്പൊ പിന്നെ അഡ്വാൻസിന് ക്ലാസ്സിൽ ഇരിക്കുമ്പോ പിന്നെ കുറച്ചും കൂടെ കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആകും. അപ്പൊ അങ്ങനെ അതായത് കുറച്ച് ഹെവി ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴാണ് നമുക്ക് ഇത് കുറെ കൂടി എളുപ്പമായിട്ട് തോന്നി. അങ്ങനെ കുറച്ചുകൂടി റീവർക്ക് ചെയ്തിട്ട് സെക്കൻഡ് ഫേസ് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പൊ അതിൽ എനിക്കൊന്ന് അഡ്വാൻസിലേക്ക് വരുമ്പോൾ ടീച്ചേഴ്സ് പറയുന്ന കോൺസെപ്റ്റ് ക്ലാരിറ്റി, ഡൗട്ട് ക്ലിയറൻസ്, ഇതൊക്കെ നമ്മളെ സെക്കൻഡ് ഫേസിലേക്ക് നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ +1+2ന്റെ കൂടെ തന്നെ ഇങ്ങനെ ഏറ്റവും നന്നായിട്ട് മികച്ച ഒരു അക്കാഡമിക് സിസ്റ്റത്തിലൂടെ കടന്നു പോയിരിക്കുന്ന ലാനയ്ക്ക് അത്രയും പ്രോമിസിങ് ആയിരിക്കുന്ന ഒരു റാങ്ക് വാങ്ങിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ അഡ്വാൻസിന് തകൃതിയായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഏറ്റവും നന്നായിട്ട് തന്നെ നമുക്ക് അഡ്വാൻസ് എഴുതേണ്ടതുണ്ട്. അപ്പൊ ഇത് ഇപ്പൊ ജൂനിയേഴ്സ് അല്ലെങ്കിൽ ഇപ്പൊ 10th പഠിക്കുന്നവര് ഒരുപക്ഷെ ലാനയെ പോലെ 2 വർഷം മുന്നേയുള്ള ലാനയെ പോലെ IIT NIT എന്താന്നൊക്കെ അറിയാത്ത കുട്ടികൾ ഉണ്ടാവുമായിരിക്കും. അപ്പൊ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന രീതിയിൽ സൈലം സ്കൂൾ ലാന പേഴ്സണലി സജസ്റ്റ് ചെയ്യോ? എന്തായാലും അപ്പോ ഇപ്പൊ 10th ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നേരെ +1+2 ഇന്റഗ്രേറ്റഡ് കയറുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ തന്നെ ബോർഡ് എക്സാമിനും പിന്നെ നമുക്ക് ഫ്യൂച്ചർ ഇപ്പൊ തന്നെ ഒന്ന് ഉറപ്പിച്ചു വെക്കാന്നുള്ളതാണ്. അപ്പോ ഈ IIT പഠിച്ച അത്ര ഏറ്റവും നല്ലതാണ് ഇന്ത്യയിൽ തന്നെ. എല്ലാരും കൂടി അത് ചെയ്യണം എന്നുള്ളത് അല്ലേ? അപ്പം കേട്ടോണ്ടിരിക്കുന്ന ജൂനിയേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സീനിയേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ അനിയന്മാരും അനുജത്തിമാരും കസിൻസ് ഒക്കെ ഉണ്ടാവും. ഈ ഒരു കാര്യം അവരുമായിട്ട് ഷെയർ ചെയ്യാന്നുള്ളതാണ്. ഇനി മാത്രമല്ല 12th കഴിഞ്ഞ ഒരു പക്ഷേ ഇപ്പൊ 12th പഠിക്കുന്ന കുട്ടികൾ ഇന്റഗ്രേറ്റഡ് അല്ലെങ്കിൽ സൈലം സ്കൂളിന്റെ ഭാഗമാവാത്ത കുട്ടികൾ ഇത് കാണുന്നുണ്ടാവും. അപ്പൊ മേ ബി ഞങ്ങൾക്ക് ഇത് മിസ്സായി പോയല്ലോ എന്ന് വിചാരിക്കുന്നവർ അങ്ങനെ വിചാരിക്കേണ്ടതില്ല. നമുക്ക് അതിൽ 1 year ഡെഡിക്കേറ്റഡ് ആയിട്ട് JEക്ക് വേണ്ടി നമുക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. അതിൽ JEയിൽ ഏറ്റവും നല്ല റിസൾട്ട് നമ്മുടെ റിസൾട്ടുകളിലും റിപ്പീറ്റേഴ്സിൽ വരുന്ന ഒരുപാട് കുട്ടികളുടെ റിസൾട്ടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ഏറ്റവും മികച്ച അക്കാഡമിക് പ്ലാനും സ്ട്രാറ്റജി അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, മാക്സിമം മോക്ക് എക്സാംസ് എഴുതുക, റിവിഷൻ പ്ലാൻ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, CBT ഒക്കെ നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്ത് അതെങ്ങനെയാണ് ലാനയെ ഹെൽപ്പ് ചെയ്തത്? എന്റെ ക്ലാസ്സിൽ കുറെ ആൾക്കാർക്ക് ഞങ്ങൾ CBT എഴുതാൻ പോയ അതേ സെന്ററിലാണ് മെയിൻസിനും കിട്ടിയത്. അപ്പൊ അത് നല്ല അറിയണ സ്ഥലത്തേക്ക് തന്നെ പോകുമ്പോ നല്ല രസം. കുറെ ആൾക്കാർ പറയും നമ്മള് അന്നത്തെ ദിവസം കൂടി നമ്മുടെ റിസൾട്ടിനെ ബാധിക്കുന്നുണ്ട്. നമ്മൾ എവിടെ എക്സാം എഴുതാൻ പോകുന്നു, ഏത് സെന്ററിലാണ്, എങ്ങനെയാണ് ഇൻവിജിലേറ്റേഴ്സ് ഓൾറെഡി നല്ല പരിചയങ്ങളുണ്ട്, വളരെ കംഫർട്ടായി. അപ്പൊ അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്ക് ഒരുക്കി തരുന്ന സൈലം സ്കൂളിലേക്കും അതുപോലെ സൈലത്തിന്റെ റിപ്പീറ്റർ പ്രോഗ്രാംസിന്റെയും ഭാഗമാവുക. ഇഫ് യു ആർ വില്ലിംഗ് ഓർ ഇഫ് യു ആർ എൻ IIT ആസ്പിരന്റ്, JEE എഴുതി മെയിൻ എഴുതി അഡ്വാൻസ് എഴുതി IITയിൽ എത്തണം എന്നുണ്ടെങ്കിൽ സൈലം ഈസ് ഓൾവേസ് ദെയർ ഫോർ യു ആൻഡ് നമ്മൾ എല്ലാവരും നിങ്ങളെ വെൽക്കം ചെയ്യാണ്. സോ ലാനയുടെ ഈ വിജയകഥ തുടരും. ഇനിയും അങ്ങോട്ട് ഒരുപാട് കഥകളുമായി ലാനയെ ഇന്റർവ്യൂ ചെയ്യാൻ ഞാൻ തന്നെ വരും. എനിക്കതിന്റെ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ എല്ലാവർക്കും വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.